ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും ഒരു കേസ് സ്റ്റഡിയാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പാണിത്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ക്രോം ബ്രൗസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 കോളുകളാണ് ഞാൻ എടുത്തത് പറഞ്ഞിട്ടുണ്ടായത്. ഒന്നാമത്തെ ബെല്ല് 154.80 ഒരു ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പവർ ഗ്രിഡ് ഗുഡ് ഫോർ ബൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്രാനൂൾസ് ഗുഡ് ഫോർ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കേസ് സ്റ്റഡി എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഇതിൽ ബെല്ല് നമുക്ക് ലോസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പവർ ഗ്രിഡും ഗ്രാനൂൾസും പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബെല്ലിൻ്റെ ലോസ് നമുക്ക് പവർ ഗ്രിഡിൻ്റെയും ഗ്രാനൂൾസിൻ്റെയും കുറച്ചുകൂടെ ഹയർ പ്രോഫിറ്റിൽ നമുക്ക് കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതാണ് ഗ്രാനൂൾസ് പവർ ഗ്രിഡ് ബെല്ല്. ഇതിൻ്റെ ബെല്ലിൻ്റെ കാര്യം ഞാൻ പറയാം. നമുക്ക് ലോസ് വന്ന ട്രേഡാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് എടുക്കാനുണ്ടായ കാരണവും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമുക്ക് ലോസ് വന്നതിനെ പറ്റിയിട്ടും പറയാം. ഇതിപ്പോൾ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ബെല്ല്. നമ്മൾ എൻട്രി ചെയ്തത് ഏകദേശം ഈ ഒരു ലെവലായിരുന്ന സമയത്താണ് നമ്മൾ എൻട്രി ചെയ്തത്. 154.80 ഒക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻട്രി ചെയ്യാനുള്ള പ്രധാന കാരണം, ഒന്നാമത്തെ കാര്യം, ആ സമയത്ത് ബയേഴ്സും സെല്ലേഴ്സും അത്യാവശ്യം അനുകൂലമായ ഒരു സാഹചര്യത്തിലായിരുന്നു. മാത്രമല്ല അത് വിവാപ്പ്, ഈ ഒരു റെഡ് ലൈനാണ് വിവാപ്പ്. ആ റെഡ് ലൈൻ വിവാപ്പിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒപ്റ്റിമലി അത് അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ അത് ആ ലെവലിലെത്തിയിട്ട് മുകളിലേക്ക് പോകണമായിരുന്നു. പക്ഷേ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുത്തത്. പക്ഷേ അത് അങ്ങനെ പോയില്ല. അത് വിവാപ്പ് കടന്ന് താഴേക്ക് വന്ന് പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് എന്നുള്ള ലെവലിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇവിടെ ഈ ലെവലിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരുന്ന സ്ഥലം, സ്റ്റോപ്പ് ലോസ് 152.50 പറഞ്ഞിരുന്നത്. അതായത് 152.50 എന്ന് പറയുമ്പോഴത്തേക്കും 52 ഈ ഒരു ലെവലിലായിട്ട് വരും. ഈ ഒരു ലെവലിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് അവിടെ കട്ടായി. അതുവരെ മുകളിലായിട്ടിരുന്ന സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് ആയത് കൊണ്ടാണ് നമുക്കവിടെ ലോസ് വന്നത്. അത് നമ്മളവിടെ എക്സിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പവർ ഗ്രിഡും ഗ്രാനൂൾസുമാണ്. പവർ ഗ്രിഡിൻ്റെ കാര്യം നമുക്കൊന്ന് എടുക്കാം. പവർ ഗ്രിഡിൽ ബയേഴ്സിൻ്റെ എണ്ണം സെല്ലേഴ്സിൻ്റെ എണ്ണം ഏകദേശം ഒക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നീട് അത് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻട്രി എടുക്കുന്നത് ഏകദേശം ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഈ ഒരു ലെവലിൽ എൻട്രി ഇതും അതേ അവസ്ഥ തന്നെയായിരുന്നു. വിവാപ്പിന് തൊട്ട് മുകളിലായിരുന്നു. പക്ഷേ ഇത് ആ വിവാപ്പിന് കുറച്ചുകൂടെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല നല്ലൊരു വോള്യൂം നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മൾ വോള്യൂം അണ്ടർലൈങ് ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു വോള്യൂം അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തത്. മാത്രമല്ല ഈ ഒരു ലെവലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റെസ്പോണ്ട് വിവാപ്പിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഒരു 10:30 മണി ആ ലെവൽ എത്തുമ്പോഴത്തേക്കും ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്ക് പ്രോഫിറ്റ് ഇൻ പവർ ഗ്രിഡ് നോ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. 10:21 പറഞ്ഞിട്ടുള്ളത്. 10:21 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലെവലായിരുന്നു 10:21. ഈ ഒരു ലെവൽ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു ലെവലിൽ നമ്മൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് ഏകദേശം ഈ ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു റിവേഴ്സിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഒരുപാട് റിസ്ക് എടുക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മളപ്പോൾ അവിടെ ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. അവിടെ വെച്ച് ബുക്ക് ചെയ്ത് നമ്മൾ രണ്ടാമത് എൻട്രി ചെയ്തിട്ടില്ല. പക്ഷേ അതിന് ശേഷം ഒരു 10:30 ശേഷം 11 മണിയൊക്കെ അടുപ്പിച്ചതിന് ശേഷം അത് അവിടെ നിന്ന് റിവേഴ്സ് വന്ന് വിവാപ്പും കടന്ന് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം വിചാരിച്ചത് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ അത് വിവാപ്പിൽ വന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം പിന്നും തിരിച്ച് മുകളിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ അത് അപ് ട്രെൻഡ് അല്ല, ഡൗൺ ട്രെൻഡിലേക്ക് മാറിപ്പോയി. അതുകൊണ്ടാണ് വിവാപ്പ് കടന്ന് താഴേക്ക് വന്നത്. ഇവിടെയൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ വോള്യൂസും വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് എൻട്രി ചെയ്യാനുള്ള അവസരം അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി ചെയ്തിട്ടുമില്ല. പക്ഷേ അതിൽ നമുക്ക് ഇനിഷ്യലി ഉള്ള ഒരു ഇവിടെ വരെയുള്ള ഒരു പ്രോഫിറ്റ് രാവിലെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാനൂൾസാണ്. ഗ്രാനൂൾസിൻ്റെ ഞാൻ ലൈവ് വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട്, അതും കാണിക്കാം. ഗ്രാനൂൾസിൽ വളരെ പെർഫെക്റ്റ് കണ്ടീഷനായിരുന്നു. ബയേഴ്സിൻ്റെ ഏകദേശം ഇരട്ടിയോളം സെല്ലേഴ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. ഗ്രാനൂൾസിൻ്റെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ചാർട്ട് വരുന്നത്. ഗ്രാനൂൾസ് നമ്മൾ ട്രേഡ് ചെയ്ത് ഏകദേശം ഈ ഒരു ലെവലിലൊക്കെയാണ്. നമുക്ക് ഈ ഒരു ലെവലിലൊക്കെയാണ് നമ്മൾ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൂൾസ് പറഞ്ഞത് 9:46 9:46 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി ചെയ്തത്. നമുക്ക് സെല് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ലെവലിലാണ്. ആ ലെവലെന്ന് പറയുമ്പോഴത്തേക്കും
4:45 ലെവലാണ്. നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു 3:15 സമയത്തുണ്ടായിരുന്നത് ഏകദേശം 336 ഇത് 345 335 വരെ ഏകദേശം 10 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണ്. അത് കണ്ടിന്യൂസ്ലി VWAPന് മുകളിൽ പോയത് കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ ട്രെൻഡിനെ കാണിച്ച സ്റ്റോക്കായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എൻട്രി ചെയ്ത സ്ഥലം ഈ റെഡ് ക്യാൻഡിലായിരുന്നു. ഈ റെഡ് ക്യാൻഡിലിൻ്റെ സ്ഥലത്താണ് നമ്മൾ എൻട്രി ചെയ്തത്. ആ റെഡ് ക്യാൻഡിലിൻ്റെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്, ആ റെഡ് ക്യാൻഡിലിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയത് എന്നുള്ള കാര്യം ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇതാണ് ആ സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടാൽ അറിയാം, ബയേഴ്സ് ഏകദേശം 4,75,000 സെല്ലേഴ്സ് പക്ഷേ ഇരട്ടിയുണ്ട്, 8,80,000 ഉണ്ട്. ഈ VWAPന് എത്തിയതിന് ശേഷം അവിടെ ഒരു റെസിസ്റ്റൻ്റ് പോലെ ഫോം ആവുന്നുണ്ടായിരുന്നു. ഈ ഒരു 3 ക്യാൻഡിൽ കണ്ടാൽ അറിയാം. ഈ 2 ക്യാൻഡിൽ കുറച്ചുകൂടെ ഒന്നാമത്തെ കാര്യം, നമുക്ക് താഴേക്ക് വരുന്ന ക്യാൻഡിൽസിൻ്റെ അണ്ടർലൈങ് വോളിയം നോക്കുമ്പോഴേക്കും ഹയറാണ്. പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോയ ക്യാൻഡിൽ അത്രയും വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു റീട്രേസ്മെൻറ്റിൻ്റെ സാധ്യതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സബ്സിക്വൻ്റായിട്ട് വന്നിട്ടുള്ള ഓരോ ക്യാൻഡിലും വോളിയം വളരെയധികം കുറഞ്ഞാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് VWAPന് അവിടെ വന്നിട്ട് അത് ഒരു സ്റ്റോപ്പ് പോലെ കാണിച്ചു. ആ സമയത്താണ് നമ്മൾ ഈ ഒരു സാധനം വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ആ ഒരു ക്യാൻഡിലിൽ താഴേക്ക് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിനൊരു ക്യാൻഡിൽ കൂടെ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ റേഷ്യോ ആണ്. ബയേഴ്സ് 4,80,000, അതുപോലെ സെല്ലേഴ്സ് 8,69,000. അതുപോലെ അതിൻ്റെ പ്രൈമറി ട്രെൻഡും ഡൗൺ ആണ്. 3.63% ഒക്കെയാണ് ഇപ്പം മൈനസിൽ നിൽക്കുന്നത്, നെഗറ്റീവിൽ നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ആവുന്നത് എന്ന് നോക്കാം. ആ ഫോം ആവുന്നത് ഡൗൺ ആണ് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ ആ ഡൗൺ ആയ എപ്പോഴാണ് നമ്മൾ ആ ഒരു കൺഫർമേഷൻ എടുക്കേണ്ടതെന്നുള്ളത് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 3 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഇതൊരു അപ് ട്രെൻഡ് ക്യാൻഡിലാണ്. ഈ ഒരു 4ാമത്തെ ക്യാൻഡിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറൻസ് നമുക്ക് വരേണ്ടത്. ആ ഒരു പെട്ടെന്ന് പോയെന്ന് തോന്നുന്നു, ഒരു സെക്കൻഡ്. ഇവിടെ ഈ ഒരു 1ാമത്തെ ക്യാൻഡിൽ, 2ാമത്തെ ക്യാൻഡിൽ, 3ാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം ഈ ഒരു 4ാമത്തെ ക്യാൻഡിലും മുകളിൽ തന്നെയാണ് ഫോം ആയിട്ടുള്ളത്. പക്ഷേ ആ ഒരു മുകളിൽ വലുതായിട്ടൊരു മുകളിലേക്ക് വന്നിട്ടില്ല. 5ാമത്തെ ക്യാൻഡിൽ അതിനും പിന്നും ഒരു ലൈൻ പോലെ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു റിവേഴ്സലിൻ്റെ സാധ്യതയാണ്. അതുപോലെ തന്നെ ആ ഒരു 5ാമത്തെ ക്യാൻഡിൽ താഴേക്ക് വന്നിട്ട് റെഡിൽ കാണുമ്പോഴേക്കും നമുക്ക് വോളിയം നോക്കാം. അതുവരെയുള്ള സബ്സിക്വൻ്റ് വോളിയത്തിനും കുറച്ച് ഹയർ വന്നിട്ടുണ്ട്. ഇതെല്ലാം അതുപോലെ തന്നെ ബയേഴ്സ് 4,59,000, സെല്ലേഴ്സ് കൂടിയിട്ടുണ്ട്. നേരത്തെ 9 ലക്ഷം എന്നുള്ളത് 8 ലക്ഷം എന്നുള്ളത് 9,49,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ഡൗൺ ആയിട്ടുള്ള സിഗ്നൽ തന്നെയാണ് തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഗ്രാനുവൽസ് സെല്ലിങ് പറഞ്ഞത്. ഇനി ഗ്രാനുവൽസിൻ്റെ അന്നത്തെ വൈകുന്നേരത്തെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 6.45% ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3%ഓളം അവിടെ നിന്ന് താഴേക്ക് വന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഈ ക്യാൻഡിലാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിന് ശേഷം പിന്നെ VWAPന് താഴെ തന്നെയാണ് നിന്നിട്ടുള്ളത്. ചെറിയ കൺസോൾട്ടേഷന് ശേഷം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു ലെവലിലാണ് നമ്മൾ ഗ്രാനുവൽസിൻ്റെ ട്രേഡിനെ അനലൈസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ അടുത്തടുത്ത ട്രേഡുകളിൽ നമുക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ പാറ്റേൺസ് നമുക്ക് നോക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ്സിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൽ മെയിനായിട്ടൊരു കാര്യം എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാസ്റ്റായിട്ടുള്ള 3 ക്യാൻഡിൽ നോക്കണം. ആ ഒരു 3 ക്യാൻഡിലിൻ്റെ ട്രെൻഡ് നമ്മൾ എങ്ങോട്ടാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സിൽ, അതായത് നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ മെയിൻ ട്രെൻഡ് ഡൗൺ ആണെന്ന് അറിയാം എന്നുണ്ടെങ്കിൽ അത് റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയാൻ വേണ്ടി ഇതുപോലത്തെ ഈ ലാസ്റ്റ് 3 ക്യാൻഡിലിൻ്റെ ഒരു ലെവൽ കണ്ടാൽ മതി. ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു ക്യാൻഡിൽ, റെഡ് ഫോമായ ക്യാൻഡിൽ താഴേക്ക് ബ്രേക്ക് ഔട്ടും വന്നിട്ടുണ്ട്. എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു താഴേക്ക് പോകാനുള്ള ഓവറാൾ ഒരു സാധ്യത തെളിഞ്ഞു വരും. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ചുകൂടെ ടൈറ്റായിട്ട് ഏകദേശം ഈ ഒരു ലെവലിൽ സേഫായിട്ട് 350 ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും. ടെക്നിക്കലി സ്പീക്കിംഗ് ആയിട്ടുള്ള 346 ഇവിടെ ഹൈ ചെയ്തിരിക്കുന്നത്. ഈ 346 ബ്രേക്ക് ചെയ്താൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഫ്ലക്ച്വേഷൻസിൽ നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 350
സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതാകുമ്പോഴത്തേക്കും ബി വാപ്പിൻ്റെ തൊട്ട് മുകളിലാണ് സ്റ്റോപ്പ് ലോസ്. അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസും ഉണ്ട് നമുക്ക്. അതിന് ആ ഒരു ലെവലിൽ നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 350 കുറച്ച് 345 വരെ വയ്ക്കുക. കാരണം ഈ ഒരു ബി വാപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് 345 എത്തും. അപ്പം നമുക്ക് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളെ പ്രൈസ് എൻട്രി ചെയ്ത അതേ പ്രൈസിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു കേസ് സ്റ്റഡി നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഗുണകരമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഞാൻ എടുക്കുന്ന റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഞാൻ എടുക്കുന്ന ട്രേഡുകൾ സമയം കിട്ടുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരി.